എറണാകുളം വൈപ്പിനിൽ പോലീസ് ജീപ്പ് ലോറിയുമായി ഇടിച്ചു. നിയന്ത്രണം വിട്ട ജീപ്പ് ബസ് സ്റ്റോപ്പിൽ നിന്നിരുന്ന 3 സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചു എന്നാണ് വിവരം. എറണാകുളം ഞാറക്കൽ പോലീസിന്റെ ജീപ്പാണ് അപകടത്തിൽപ്പെട്ടത്. അതിന്റെ ചില ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ. നിതിൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഈ പരിക്കേറ്റ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് 3 സ്ത്രീകളെ ഇടിച്ചു തെറിപ്പിച്ചു എന്ന് പറയുന്നു. അവരുടെ ആരോഗ്യനില എങ്ങനെ? ഏത് ആശുപത്രിയിലാണ്? എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വിജുമാർ, വൈകിട്ട് 5:30 കൂടിയാണ് അപകടമുണ്ടായത്. വൈപ്പിൻ ചെറിയ പള്ളിക്ക് സമീപമാണ്, ചെറിയ പള്ളി ബസ് സ്റ്റോപ്പിന് സമീപമാണ് ഈ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട പോലീസ് ജീപ്പ് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ബസ് സ്റ്റോപ്പിൽ നിന്ന 3 യാത്രക്കാർക്ക് ഈ ഒരു അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ യാത്രക്കാരെ നാട്ടുകാരാണ് പോലീസ് ജീപ്പിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് എത്തിച്ചത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ നിലവിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 3 പേർ സ്ത്രീകളാണ്. സ്ത്രീകളുടെ പരിക്ക് ഗുരുതരമല്ല. എന്തായാലും ഞാറക്കൽ പോലീസിന്റെ വാഹനമാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പോലീസ് ജീപ്പിന്റെ ടയർ പൊട്ടിയതാണ് ഈ അപകട കാരണം. ടയർ പൊട്ടിയ പോലീസ് ജീപ്പ് നേരെ നിയന്ത്രണം വിട്ട് ലോറിയിൽ ഇടിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ യാത്രക്കാരുടെ പരിക്ക് ഗുരുതരമല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വൈപ്പിൻ ചെറിയ പള്ളി ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് ഈ അപകടമുണ്ടായത്. വൈകിട്ട് 5 മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത്. ടയർ പൊട്ടിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമികമായി വരുന്ന വിവരം. ബസ് സ്റ്റോപ്പിൽ നിന്ന് 3 സ്ത്രീകളെയും ഈ ജീപ്പ് ഇടിച്ചു തെറിപ്പിച്ചു. പരിക്കേറ്റവരുടെ നില ഗുരുതരമല്ല എന്നൊരു ആശ്വാസ വാർത്ത കൂടിയുണ്ട്. അവർ പറവൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോഴെന്നാണ് പറയുന്നത്. നാട്ടുകാരാണ് അവരെ ആശുപത്രിയിൽ എത്തിച്ചത്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്.